നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്ന ഘട്ടത്തിൽ പട്ടികയിൽ വനിതാ പ്രാതിനിധ്യം കുറവാണെന്ന് ചൂണ്ടിക്കാണിച്ച ശശി തരൂർ എം പി ഇത് നീതികേടാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തനിക്ക് പങ്കില്ലെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂർ വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചവർ ഒരുപക്ഷെ എല്ലാ ഘടകങ്ങളും പരിഗണിച്ചിട്ടുണ്ടാകാം. വിജയസാധ്യതയാണ് മാനദണ്ഡമെന്നാണ് പറയുന്നത്. വനിതാ ബില്ലിനെ പിന്തുണച്ച ആളാണ് താൻ. സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നാണ് തന്റെ നിലപാടെന്നും ശശി തരൂർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് കോൺഗ്രസ് മത്സരിക്കുന്ന 92 സീറ്റുകളിൽ 9 മണ്ഡലങ്ങളിൽ മാത്രമേ വനിതകൾ സ്ഥാനാർത്ഥികളായിട്ടുള്ളൂ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ പ്രാതിനിധ്യക്കുറവിനെതിരെ ഇന്നലെ AICC വക്താവ് ഷമ മുഹമ്മദും രംഗത്തെത്തിയിരുന്നു. പട്ടികയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവാണെന്ന വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ക്ഷമ രംഗത്തെത്തിയിട്ടുള്ളത്. 9 വനിതകൾക്ക് മാത്രമാണ് മത്സരിക്കാൻ അവസരം നൽകിയിരിക്കുന്നത്. കഴിവുള്ള സ്ത്രീകൾക്ക് പരിഗണന ലഭിക്കേണ്ടത് അനിവാര്യമാണെന്നും വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇടപെടണമെന്നും ഷമ മുഹമ്മദ് പറഞ്ഞു. നിരസിക്കപ്പെട്ടു, പക്ഷേ പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയോട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരായ സ്ത്രീകളെ സഹായിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 92 സീറ്റുകളിൽ 9 മണ്ഡലങ്ങൾ മാത്രമാണ് സ്ത്രീകൾക്ക് നൽകിയത്. ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരിൽ ഒരാൾ മാത്രമാണ് വനിത. കഴിവുള്ള സ്ത്രീകൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നത് ദുഃഖകരമാണ് എന്നായിരുന്നു ഷമ മുഹമ്മദിന്റെ വാക്കുകൾ. തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഷമ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും തീരുമാനങ്ങൾക്കും ഒടുവിൽ വ്യാഴാഴ്ച വൈകുന്നേരമാണ് കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത്. സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവുള്ള ഒരു പട്ടികയാണ് കോൺഗ്രസിന്റേത്. വിഷയം ഉയർത്തിക്കാട്ടി മഹിളാ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകിയില്ല എന്നാണ് ആരോപണം. ഒരു മഹിളാ കോൺഗ്രസ് നേതാവിന് പോലും നിയമസഭയിലേക്ക് സീറ്റ് നൽകിയിട്ടില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. KSU യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാർ തങ്ങളുടെ സംഘടനയിലെ ആളുകൾക്കായി കൃത്യമായ പട്ടിക നൽകുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. എന്നാൽ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജെബി മേത്തർ ആളുകളുടെ പട്ടിക പോലും നൽകിയില്ല എന്നാണ് ആരോപണം. ജെബി മേത്തർ സീറ്റ് നൽകണമെന്ന് സമ്മർദ്ദം ചെലുത്തിയില്ലെന്നും ഇത് മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസം തകർക്കാൻ ഇടയാക്കിയെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം.